അപ്പോൾ വെൽക്കം ബാക്ക് ടു എവരിത്തിങ് വിത്ത് ബേബി. അപ്പം ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം നിബിൻ്റെ വീട്ടിൽ നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. നിബിനും ഉണ്ട്, ഹായ്ക്കുട്ടനും ഉണ്ട്. ഹായ്ക്കുട്ടനും അവിടെ അകത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഫുൾ മഴയായതുകൊണ്ട് ഫുൾ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. നമ്മുടെ ചോറ്റാനിക്കര അമ്പലം അത്യാവശ്യം ഫേമസ് ആണ്, എറണാകുളം ജില്ലയിലുള്ളതാണ്. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഒക്കെയുണ്ട്. അതാണ് നമ്മുടെ സ്ഥലം. ഇത് വീടിൻ്റെ ബാക്കിൽ പാടമൊക്കെയാണ്, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പം നമ്മൾ എൻ്റെ ആധാർ കാർഡ് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് അക്ഷയ വരെ പോകണം. അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയാണ്. ആയിക്കോട്ടനാണെങ്കിൽ അകത്ത് ഫുഡ് കഴിക്കാനായിട്ട് മത്സരത്തിലാണ്. അപ്പോൾ നമുക്ക് അക്ഷയ പോകാം. അപ്പോൾ അക്ഷയ 2:30 വരെ അവധിയാണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ 2:30 ആകുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ പോയിട്ട് മേളിലത്തെ വ്യൂ ഒക്കെ കാണാം. കമോൺ. നമ്മൾ കയറിപ്പോകുന്ന വഴി നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതെ, ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ വീട് പണിതത് 2019-ലാണ്. 18-ൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് നമ്മൾ വീട് പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഏകദേശം 4-5 വർഷമായി അല്ലേ. അപ്പം മേളിൽ നമ്മുടെ റൂമാണിത്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട്. അപ്പം നമ്മളൊന്നും നാട്ടിലൊരിക്കലും ഇല്ലാത്തതുകൊണ്ട് റൂമിലൊന്നും ഒരു സാധനവും ഇല്ല കേട്ടോ. ജസ്റ്റ് കട്ടിൽ മാത്രമേ ഉള്ളൂ. ഇതേ ഹായ വന്നതിൻ്റെ ഹായയുടെ ടോയ്സും ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ. പാടാണ് പാടം. അപ്പോൾ രാവിലെ ഞാൻ വന്നപ്പോൾ മഴയൊക്കെ പെയ്യുന്നിടത്ത് നല്ല രസമുണ്ടായിരുന്നു. ഇത് എന്തുമാരാണത്? ഇത് കായുണ്ടല്ലോ. സപ്പോർട്ടാണ്. ഇത് ഇത്രേ വലുതാവുള്ളൂ. രാവിലെ ഞാൻ വന്നപ്പോൾ നിറച്ച് കിളികളായിരുന്നു ഇവിടെ. പിന്നെ പാടമായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. രാവിലെയൊക്കെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു. ഇതൊരു നല്ല വ്യൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്നത് നല്ല രസമാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്ന് ബിയർ അടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വ്യൂ, പാട വ്യൂ. പണ്ട് ഈ പാടത്തൊക്കെ കൊയ്ത്തുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ജസ്റ്റ് പണ്ട് ഇന്നാളൊക്കെ വന്നപ്പോൾ ഞാൻ തോന്നുന്നു പശുവിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കാണുന്നില്ല, ലിറ്ററലി ഒന്നുമില്ല. മൊത്തം കാട് പിടിച്ചു കിടക്കുക. എനിക്കങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ പേരിലുള്ള പാടമാണ്. അപ്പൊ അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. പിന്നെ മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടുണ്ടല്ലേ. കേരളത്തിൽ നമ്മള് സിംഗപ്പൂര് നമ്മൾ ചൂടാന്ന് പറഞ്ഞത് ഇവിടെ അതിനേക്കാളും. അതെ, മഴക്കാലം മഴ പെയ്യുന്നുണ്ട്. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, ഒരുപാട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചൂടാണ്, മഴ കഴിയുമ്പോൾ ചൂടായിരുന്നു. നമ്മുടെ ഹായ്ക്കുട്ടന് അമ്മാമ്മയും ചേച്ചിയും വല്യമ്മയും കൂടെ ഫുഡ് കൊടുക്കാൻ നോക്കുകയാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് അവര് കാക്കരെ പൂച്ചനെ കാണിച്ച് ഫുഡ് കൊടുക്കുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ പയ്യെ അക്ഷയയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം വഴിയിൽ നമ്മുടെ കുട്ടി റോഡാണ്. അപ്പൊ തന്നെ വഴിയിൽ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിട്ടും. റോഡ് ഒന്നാമത്തേന് മോശം, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടി റോഡും കൂടെ ആകുമ്പോൾ ഭയങ്കര പാടല്ലേ. അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നിബിനെന്തായാലും ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കും, അത്രേ ഉള്ളൂ. എന്നാ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ റോഡ് മോശമാണ്, അതാണ് പ്രശ്നം. ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആണ്. അപ്പം എല്ലാവരും സ്കൂളിലും വർക്കിനൊക്കെ പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കണം റോഡില്. പിന്നെ ഇതൊന്നും മെയിൻ റോഡല്ല, എന്നാലും അവർക്ക് ഇപ്പൊ ഇത് കുറച്ച് ടാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചിന് മുമ്പ് നമ്മൾ വന്ന റോഡില് മുഴുവൻ കല്ലും മുഴുവൻ ഇത് കണ്ടു. ഇതൊക്കെ പിന്നെയും ഫാർ ബെറ്റർ റോഡാണെന്ന് വേണമെങ്കിൽ പറയണം. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷൻ ഓൺലൈൻ വഴി ചെയ്യാൻ നോക്കിയായിരുന്നേ. അപ്പം ആപ്പ് ഒരു ആപ്പല്ല, ഒരു വെബ്സൈറ്റ് ഭയങ്കര താമസം, ലോഡിങ് ഇല്ല. ഇപ്പൊ എനിക്ക് വന്ന് പേപ്പർ പ്രിന്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് സ്മാർട്ട് കാർഡ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്തു ഇന്നലെ. ഇന്നലെ കയറിയിരുന്ന സൈറ്റിൽ കയറിയിരുന്ന ചെയ്ത് എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകണ്ടേ. അപ്പൊ ഞാനാണ് നിബിന്റെ വഴി കാട്ടി ഗൂഗിൾ മാപ്പിന്ന്. എനിക്കും കറക്റ്റ് ആയിട്ടൊന്നും വഴി അറിയില്ല. നമ്മളിങ്ങനെ അക്ഷയയിലെ ചേച്ചിമാരെ ഇങ്ങനെ എപ്പോഴും ഭയങ്കര ദേഷ്യം എന്നൊക്കെ മനസ്സിലായി. എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ഇങ്ങനെ തന്നെ വന്ന് ഒരേ സാധനത്തിന് കുറെ സമയം എടുത്ത് അവരും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ചെയ്യുന്നത്. അതിനെ സിസ്റ്റം ഇച്ചിരി സ്പീഡാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരുന്നു. ആധാറിന്റെ വെബ്സൈറ്റ് കുഴപ്പമില്ല, പക്ഷെ ഈ ബാക്കി കാര്യങ്ങളുടെയൊക്കെ ഭയങ്കര പാട്. നമ്മള് സിംഗപ്പൂരിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും അത് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് സംഭവം നടന്നുമില്ല. അതാണ്. ഡോറ് നോക്കിട്ടോ. വണ്ടി വർക്ക് ചെയ്യുന്നതും ഒരു സ്ട്രഗിളാണ്.
ലെറ്റ്സ് ഗോ. പക്ഷേ ഇത് നമ്മൾ ചെന്നപ്പം തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാധാരണ നമ്മൾ പെട്ട് പിന്നെ ചെറിയ കാര്യമുള്ളൂ, ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാന്ന് പറയുന്ന ചെറിയ കാര്യമുള്ളൂ. പക്ഷെ ഇനി വേണം എനിക്ക് നമ്മുടെ എന്താ പറയുക പുതുക്കാനൊക്കെ. അപ്പം ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ 24 hours എടുക്കുന്നുള്ളതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം. അതെ, ഇപ്പം ഇങ്ങ് പോകുന്നപ്പം നമ്മൾ വഴി തെറ്റിപ്പോയായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റോഡ് അത്ര ഫെമിലിയർ അല്ല. അതെ, പിന്നെ ഒത്തിരി റോഡുകളായി. ഞാൻ പോലും വന്നിട്ട് 5-6 വർഷം. എല്ലാവരും പറയുന്നത് അക്ഷയയിലെ ഭയങ്കര മോശമാണ്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡ്. ഈ അക്ഷയ നല്ലതാണ്. പക്ഷെ ചില അക്ഷയ പോകുമ്പോൾ നമ്മളിങ്ങനെ നിർത്തി, പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വരുന്ന എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് പോകണം. അങ്ങനെയാണല്ലോ അവിടെ ചെല്ലുക. ആൾക്കാർ ഇടയ്ക്ക് കയറി നിൽക്കും, എന്തൊക്കെ വിചാരിച്ചൊന്നുമില്ല, നമ്മളെ വിളിച്ചു. എല്ലാം ഡീസന്റ്. അപ്പൊ ഹായ്ക്കുട്ടിന്റെ കുഞ്ഞിച്ചി എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം ഷേക്കൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങിയതാ. നമ്മൾ പോയപ്പോൾ ഹായ്ക്കുട്ടി ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നോ? തിരിച്ചു വന്നപ്പോഴും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 സ്പൂണാണ് ആള് കഴിച്ചത്. മിടുക്കിയാണ് എന്റെ മോള് അല്ലേ മുന്നു? ഇന്ന് എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? ഇനി ഒരെണ്ണം കൂടെ ഉള്ളു അല്ലേ? ഏതാ സബ്ജക്ട്? ഏതാ? സയൻസ്. നീ ഏത് ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? 7th. ആയിക്കോട്ടെ, എങ്ങനെയാ നാക്ക് നീട്ടുന്നേ? അയ്യോ, ഓപ്പൺ യുവർ മൗത്ത്. ആരാ ആയിക്കോട്ടെ കാറ് ഡ്രൈവ് ചെയ്യുന്നേ? ആരാ ഡ്രൈവ് ചെയ്യുന്നേ കാറ്? ഹായാണോ ഡ്രൈവ് ചെയ്യുന്നേ? അപ്പൊ ഇതാരാ? നമ്മള് വണ്ടിയൊക്കെ പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടൊരു ഫുൾ പിങ്ക് മയാണ്. പിടിച്ചോണേടാ, കൈ പിടിച്ചോണേ. അതെ, ചേച്ചിയും നമ്മൾ വന്നപ്പോൾ കറക്റ്റായിട്ട് നാട്ടിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓണം ഒരുമിച്ച് ആഘോഷിക്കാൻ ഇപ്രാവശ്യം പറ്റും. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞങ്ങളെല്ലാവരും. അതെ, ഈ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി പോലെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മയൊന്നും വേണ്ടങ്ങി ഒരു ഹായ് ആണെങ്കിൽ പിടിച്ചില്ലെങ്കിൽ റോഡിലേക്ക് അങ്ങ് ഓടി ഇറങ്ങുവേ. അതിനുവേണ്ടി നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ബേക്കറി വന്നിരിക്കുകയാണ്. തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ആർക്കാ? ഹായ്ക്കുട്ടൻ്റെ ബേക്കറിയുടെ പരിസരത്ത് നിന്ന് നമുക്ക് ഊരിക്കൊണ്ട് വരാൻ ഭയങ്കര പാടായിരുന്നു. ഫുഡൊക്കെ വന്നേ. നമ്മൾ ബട്ടർ സ്കോച്ച് ഷേക്കാണ് മെയിനായിട്ടുള്ളത്. ബട്ടർ സ്കോച്ച് എനിക്ക് എന്താണ് ഞാനൊരു ലൈം ജ്യൂസ്. പിന്നെ സുഖിൻ്റെ വെയിറ്റ് ഉണ്ടല്ലേ. ഞാനൊരു മീറ്റ് പപ്സ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ഇവിടെ വന്നിട്ട് എഗ് പപ്സാണ് കഴിച്ചത്. മീറ്റ് പപ്സ് ഒരു വെറൈറ്റിക്ക് വാങ്ങിച്ചു. പിന്നെ പനീർ കട്ട്ലേറ്റ്, പിന്നെ ഒരു വെജിറ്റബിൾ ബർഗർ. ഇതാണ് ഒറ്റ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഹായ്ക്കൂടെ ഭയങ്കര പരിപാടിയിലാണ്. ഇതിൽ ഹായ്ക്ക് എന്ത് കൊടുക്കും? നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ മുളന്തുരുത്തി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള റോയൽ ബേക്കേഴ്സ് ആണ്. നടക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഹായ്ക്കുട്ടിനെ ഇപ്പം ഇറക്കണ്ട, വണ്ടിയുണ്ട്. അതെന്താ അൽഫാം ആണോ? അൽഫാമിന്റെ ചിക്കനൊക്കെ ഉണ്ടല്ലോ. ഹായ്ക്കുട്ട, നമ്മൾ കാറിൽ കയറി പോവാണേ. ഇത് ഇവരുടെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അപ്പം നമ്മളങ്ങനെ ഹായ്ക്കുട്ടനെ കൊണ്ട് ഒരു ഇതില് കുഞ്ഞു മീനുകൾ കിടപ്പുണ്ടേ. അപ്പൊ ആന്റി വഴക്കുറി ആമ്പലെന്തോ വന്നു. സാധനം വാങ്ങിച്ച ചേച്ചി എനിക്കും കൂടെ പോണ പോക്കാണേ.
എന്നാ വാങ്ങിച്ചത് ഹായ്കുട്ടൻ? നമ്മള് ഹായ്കുട്ടനെ കൊണ്ട് ഒരു കടയിലും കയറാൻ പറ്റില്ല, എല്ലാം പിടിച്ചെടുക്കുകയാണ്, എന്നിട്ട് വിടുന്നുമില്ല. അവസാനം നമുക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ പൊന്നൂസിൽ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് അവര് പോയേക്കുവാണ്. പക്ഷെ നമുക്ക് കൂടെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് കാറിൽ വെയിറ്റ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ അവിടെ ചെന്ന് ചിലപ്പോൾ വീണ്ടും ചെരുപ്പ് വേണമെന്ന് പറയും. എനിവേ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മറ്റേ UPI ID വെച്ച് നമുക്ക് ഈ QR ആണല്ലോ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ, അപ്പോൾ അത് വെച്ച് ചെയ്യാനുള്ള പറ്റില്ലായിരുന്നു. ഇവർ പറഞ്ഞ SBI ബാങ്ക് അക്കൗണ്ട് NRI ആണെങ്കിൽ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ SBI യോനോ ആപ്പ് വഴി ഇപ്പോൾ പറ്റുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ചേച്ചിയുടെ വക സാലഡും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹായ്ക്കുട്ടൻ എല്ലാ അംഗവും കഴിച്ചിട്ട് കിടന്നുറങ്ങി. നമ്മൾ പുറത്തുനിന്ന് വന്നപ്പോൾ സിർലാക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് കഴിച്ചപ്പോൾ കിടന്നുറങ്ങി. കാരണം അതിന് നല്ല മധുരമായിരുന്നു. പിന്നെ സിംഗപ്പൂർ കിട്ടുന്നതിലും ഇവിടുത്തെ സിർലാക്കിന് നല്ല മധുരമുണ്ട്. ആളത് കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ ഇന്ന് പകലൊന്നും കഴിച്ചിട്ടില്ല, കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേടാ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.